ഹലോ. റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളെ വേദനിപ്പിച്ച ഒരാളുണ്ടോ? അത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ ഒരു കുടുംബാംഗമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാളായിരിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നുള്ള വേദനയാണ് എപ്പോഴും വളരെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒരിക്കലും അവരോട് ക്ഷമിക്കില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഒന്ന് മാറി ചിന്തിച്ചു നോക്കിയാലോ? നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുക്കാതെ ആ വേദന ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആരെയാണ് അവിടെ ശരിക്കും വേദനിപ്പിക്കുന്നത്? ഇതിനൊരു ഉദാഹരണമായിട്ട് മനോഹരമായ ഒരു കഥ നമുക്ക് കേട്ടാലോ? അനിലും മീരയും വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളായിരുന്നു. കുട്ടിക്കാലം മുതൽ അവർ ഒന്നിച്ചായിരുന്നു. വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് അവരുടെ കുട്ടിക്കാലമൊക്കെ കടന്നുപോയി. ഒരു ദിവസം അനിലിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അവൻ തൻ്റെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യം മീരയോട് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇത് മറ്റാരോടും പറയരുത്. മീര സമ്മതിച്ചു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വിവരം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്തു. അനിലിന് അത് വളരെ വലിയൊരു വേദനയായി. അവൻ മീരയോട് ചോദിച്ചു, ഞാൻ നിന്നെ വിശ്വസിച്ച് നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ ഇതെങ്ങനെയാണ് മറ്റുള്ളവർ അറിഞ്ഞത്? മീര തന്റെ തെറ്റ് സമ്മതിച്ചു. അവള് ക്ഷമ ചോദിച്ചു. പക്ഷേ അനിൽ പറഞ്ഞു, ഇനി നിന്നെ എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. വർഷങ്ങൾ കടന്നുപോയി. മീര പലതവണ അനിലിനെ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു. അവർ സംസാരിക്കുന്നത് നിർത്തി. മാസങ്ങൾ കടന്നുപോയി. പക്ഷെ അനില് തന്റെ മനസ്സിൽ ആ വേദന സൂക്ഷിച്ചു. അവൻ വിചാരിച്ചു, ഞാൻ അവളോട് ക്ഷമിച്ചു കൊടുത്താല് ഞാൻ ഒരുപക്ഷെ തോറ്റുപോകും. ഒരു ദിവസം അനില് തന്റെ അച്ഛനോടൊപ്പം ഇരിക്കുകയായിരുന്നു. അച്ഛൻ ചോദിച്ചു, മോനെ, മീരയെ കുറിച്ച് നീ ഇപ്പോഴും ചിന്തിക്കാറുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ടച്ഛാ. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, അവൾ ചെയ്ത തെറ്റ് ഇപ്പോഴും അവളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടോ? അനിൽ പറഞ്ഞു, ഇല്ല. പിന്നെ അച്ഛൻ ചോദിച്ചു, ആ ഒരു തെറ്റ് നിന്റെ ജീവിതത്തെ ഇപ്പോഴും നിയന്ത്രിക്കുന്നുണ്ടോ? അനിൽ മിണ്ടാതെ ഇരുന്നു. ആ ഒരു ചോദ്യം അവനെ ചിന്തിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, ക്ഷമിക്കുന്നത് അവൾ ചെയ്ത തെറ്റിനെ നമ്മൾ മറക്കുന്നതല്ല, അല്ലെങ്കിൽ മറയ്ക്കുന്നതല്ല. നീ ആ തെറ്റിന് നിന്റെ ഭാവിയെ നിയന്ത്രിക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുന്നത് എന്തിനാണ്? അനിൽ ആദ്യമായിട്ട് ആ ഒരു സംഭവത്തെ വേറൊരു രീതിയിലേക്ക് കാണാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് അവൻ സ്വയം ചിന്തിച്ചു, ഇത്രയും നാളെ ഞാൻ അവളെ ശിക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഇത്രയും കാലം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തന്നെ ശിക്ഷിക്കുകയായിരുന്നു. അവൻ മീരയെ വിളിച്ചു. കുറച്ചു നേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല. അവസാനം അനിൽ പറഞ്ഞു, നീ ചെയ്ത ആ ഒരു തെറ്റ് അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. പക്ഷെ ആ വേദനയെ എൻ്റെ ലൈഫിനെ നിയന്ത്രിക്കാനായിട്ട് ഞാൻ ഇനി അനുവദിക്കില്ല. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. മീര ഒരുപാട് കരഞ്ഞു. അവരുടെ സൗഹൃദം പഴയപടിയൊന്നും തിരിച്ചു വന്നില്ല. പക്ഷെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്ന ഭാരം കുറഞ്ഞു. അതാണ് ഫോർഗീവ്നെസിന്റെ ശക്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ഷമിക്കുക എന്നത് നീ ചെയ്തത് ശരിയാണ് എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നൊന്നുമല്ല. അത് ഞാൻ ആ വേദന എൻ്റെ ജീവിതത്തെ ചുമന്നുകൊണ്ട് നടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നതാണ് നമ്മളോട് തന്നെ. ചില ബന്ധങ്ങൾ ഫോർഗീവ്നെസ് കൊണ്ട് വീണ്ടും ശക്തമാകും. ചില ബന്ധങ്ങൾ പഴയതുപോലെ തിരികെ വരില്ല. എങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരു ഹീലിംഗ് ലഭിക്കാനായിട്ട് അതിനെ കൊണ്ട് കഴിയും. Forgiveness doesn't mean to forget everything. No, it's not like that. Forgiveness എന്ന് പറയുന്നത് മറക്കാൻ കഴിയുന്നതല്ല, മറക്കുന്നതല്ല. ഒരു തെറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും, ഒരു ബൗണ്ടറി സ്ഥാപിക്കാനായിട്ട് പറ്റും, വീണ്ടും വിശ്വസിക്കാനായിട്ട് ചിലപ്പോൾ സമയമെടുത്തെന്നിരിക്കും. Forgiveness and trust are two different things. ആലോചിച്ച് നോക്കിയേ. ഒരാളോട് നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയും, പക്ഷെ ആ ട്രസ്റ്റ് വീണ്ടും സ്ഥാപിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം പിന്നെയും വേണ്ടി വരും, അല്ലെ? അതുപോലെ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ദാറ്റ് ഡസന്റ് മീൻ അലോയിങ് റിപ്പീറ്റഡ് ഹേർട്ട്. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതിനർത്ഥം അവര് നിങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് അവരെ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് പെർമിഷൻ കൊടുക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾക്ക് അവരോട് പറയാം, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, പക്ഷേ നിന്നിൽ നിന്ന് ഈ പെരുമാറ്റം ഇനിയും ഉണ്ടായാൽ അതെനിക്ക് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ നമുക്ക് പറയാം. ഇതൊരു ബിറ്റർനെസ് അല്ല, ഇതൊരു ഹെൽത്തി ബൗണ്ടറി ആണ്. മൂന്നാമതായിട്ട്, ഫോർഗീവ്നെസ് ഈസ് ഓൾസോ ഫോർ യു.
ദാറ്റ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഞാൻ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ ജയിക്കും അല്ലെങ്കിൽ അവൻ ജയിക്കും. അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ പഴയ സംഭവത്തെ വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ എനർജി അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഡ്രെയിൻ ചെയ്യാതെ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. എങ്ങനെ നമുക്ക് ക്ഷമിക്കാം? ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ചും ഒരു വലിയ വേദനയാണ് എന്നുണ്ടെങ്കിൽ. അതിനാൽ നിങ്ങൾ സ്വയം നിർബന്ധിക്കരുത്. ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതെ എനിക്ക് വേദനിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അംഗീകരിക്കുക. എന്നിട്ട് ചോദിക്കുക, ഈ വേദന ഇനി എത്ര കാലം ഞാൻ ചുമക്കണം? ആ സംഭവത്തിൽ നിന്ന് എന്താണ് എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയത്? വ്യക്തമായിട്ടുള്ളൊരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവരോട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പേപ്പറിൽ എഴുതുക. നിങ്ങൾ സ്വയം പറയുക, ഞാൻ ഈ വേദനയിൽ നിന്നും പതിയെ മോചിതയാകാൻ അല്ലെങ്കിൽ മോചിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്, മോചനം നേടാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. അനിലിന്റെ കഥ നമ്മളോട് പറയുന്നത് വലിയൊരു സത്യമാണ്. ചിലപ്പോൾ നമ്മൾ കരുതും, ഞാൻ അവരോട് ക്ഷമിച്ചു കൊടുത്താൽ ഞാൻ ദുർബലനായി പോവും അല്ലെങ്കിൽ ദുർബലയായി പോവും. പക്ഷെ യഥാർത്ഥത്തിൽ ക്ഷമിക്കാൻ കഴിയുന്നത് വലിയൊരു ശക്തിയാണ്. നിങ്ങൾ ആ സംഭവം മറക്കേണ്ടതില്ല. നിങ്ങൾ വീണ്ടും വിശ്വസിക്കേണ്ടതുമില്ല ആ വ്യക്തിയെ. നിങ്ങൾ ആ ബന്ധം പഴയപടി തുടരണമെന്നുമില്ല. പക്ഷേ ആ വേദന നിങ്ങളുടെ ഇന്നിനെയും നാളെയും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയണമെന്നില്ല. പക്ഷേ ആ വേദനയെ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, നിങ്ങൾ എങ്ങനെ കാണണമെന്ന് ഉള്ള കാര്യത്തിൽ നിങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റും. ഫോർഗീവ്നെസ് മേ നോട്ട് ചേഞ്ച് ദ പാസ്റ്റ്, ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഫ്യൂച്ചർ. ഓർക്കുക. അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക. നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ റൈസ് വിത്ത് ഷജീസിനോടൊപ്പം നിങ്ങളും എന്നെ ഫോളോ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് ഫോർ അനദർ വണ്ടർഫുൾ വീഡിയോ ടുമോറോ. താങ്ക് യു.